എല്ലാവർക്കും മഴവിൽ മീഡിയയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നമുക്ക് മൊത്തം ബിഗ് ബോസ് മലയാളം സീസൺ 7 മത്സരാർത്ഥികളെ ഒന്ന് അനലൈസ് ചെയ്താലോ? ഇത്രയും ഗെയിം കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് മറിച്ചാണ് അഭിപ്രായമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്താൻ മറക്കല്ലേ. നെവിനിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന ഒരു സാമ്പാറായിട്ടാണ് നെവിനെ എനിക്ക് തോന്നിയിട്ടുള്ളത്. ഫൺ എൻ്റർടൈൻമെൻറ്റ് മാത്രമാണ് പുള്ളിക്ക് മെയിൻ. ലാലേട്ടൻ പറഞ്ഞതനുസരിച്ച് ഈ ഒരു വീക്കിലൊന്ന് മാസമാവാൻ ശ്രമിച്ചെങ്കിലും പ്രത്യേകിച്ചൊന്നും നടന്നില്ല. അഭിശ്രീ ഇടയ്ക്കൊക്കെ വന്ന് ഒരു ഒച്ചയും ബഹളവും ഒക്കെ ചെയ്ത് ഓരോ ബോംബിടും. പക്ഷേ അത് കഴിഞ്ഞാൽ അങ്ങ് അപ്രത്യക്ഷമാകും. പ്രത്യേകിച്ച് ഒരു ഇമ്പാക്റ്റൊന്നും ബിഗ് ബോസിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇത്തവണ നോമിനേഷനിൽ പോലും വന്നിട്ടില്ല. നോമിനേഷനിൽ വരുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു കോണ്ടൻറ്റും ഉണ്ടാക്കുന്നില്ല എന്ന് തന്നെ പറയേണ്ടി വരും. അനീഷ് പാവമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ചൊറിയൻ സ്വഭാവം നന്നായിട്ടുണ്ട്. പിന്നെ സത്യസന്ധത വിട്ടൊരു കളിയില്ല കേട്ടോ. പിന്നെ ഒറ്റപ്പെടൽ സ്ട്രാറ്റജി നമ്മുടെ മറ്റ് മത്സരാർത്ഥികൾ എല്ലാവരും കൂടെ അങ്ങ് പൊളിച്ചു കൊടുത്തു. ഈ ഒരു വീക്കിൽ നോമിനേഷനിൽ പോലും വന്നിട്ടില്ല. ഏകദേശം കൊണ്ടുവന്ന ആ ഒരു ഗെയിം സ്ട്രാറ്റജീസ് മൊത്തം കഴിഞ്ഞിട്ടിരിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ജിസേൽ ഫുഡ് ഉണ്ടാക്കി കൊടുത്തും എമ്പതി, സിമ്പതി, കെയറിങ് ഒക്കെ കൊടുത്തിട്ട് ബോയ്സിനെ മൊത്തം കയ്യിലെടുത്തിട്ടുണ്ട്. ബോയ്സിനെ മാത്രമല്ല കുറച്ച് ഗേൾസിനെയും കയ്യിലെടുത്തിട്ടുണ്ട്. കുറച്ച് വഴക്കാളിത്തരമുണ്ട്, പക്ഷേ ഒരു ഗുഡ് സോളായിട്ടാണ് തോന്നിയിട്ടുള്ളത്. രണ ഫാത്തിമ ഇട്ടാ പൊട്ടിയാണ്. കോണ്ടൻറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആവശ്യമില്ലാതെ എവിടെ വേണേലും കയറി ഇടപെടുന്ന ഒരു വ്യക്തി. ബഹുമാനമില്ലായ്മ, കോക്രി കാണിക്കൽ, ഇതാണ് മെയിൻ. അപ്പാനി ശരത്ത് കലിപ്പനാണ് കേട്ടോ, പക്ഷെ ഒരു കഥയില്ല. ഗുണ്ടയല്ല, കരച്ചിലാണ് മെയിൻ. ടാസ്ക് തോറ്റാൽ പോലും സഹിക്കാൻ പറ്റൂല. കുഞ്ഞുങ്ങളുടെ മനസ്സാണ്, എന്ന കലിപ്പനുമാണ്. പേടിത്തൊണ്ടനും കൂടിയാണ് കേട്ടോ. നല്ല ഒന്നൊന്നര പേടിത്തൊണ്ടനാണ് അപ്പാനി. അക്ബറിൻ്റെ കാര്യം രസമാണ്. പൂക്കുറ്റിയാണ്. 100% പ്ലാനിങ് ആണ്, 50% എക്സിക്യൂട്ട് ചെയ്യും. സക്സസ് എന്ന് പറയുന്നത് 0%. അതാണ് പാവത്തിൻ്റെ അവസ്ഥ. മൊത്തത്തിൽ എല്ലാ പ്ലാനും ചീറ്റിപ്പോവും. പിന്നെ അപ്പാനിനെ എരിവ് കയറ്റി വിടലാണ് മെയിൻ. ഗ്രൂപ്പ് കളിയുടെ ഉസ്താദാണ്. ഒറ്റയ്ക്ക് നിൽക്കാൻ ഒരു ധൈര്യമില്ല. ശൈത്യ പുകഞ്ഞ കൊള്ളി പുറത്തുനിന്നുള്ള ടാസ്ക് മുതൽ കരിങ്കാലിയായിട്ട് നിൽക്കുന്ന ഒരു മത്സരാർത്ഥി. അനുമോളുടെ കൂടെ നിന്ന് ഇപ്പോൾ അനുമോളെ തേച്ചിട്ടുണ്ട്. ഇപ്പോൾ അനുമോളെ നോമിനേറ്റ് വരെ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. നോമിനേറ്റ് മീൻസ് അതായത് ഒരു മോർണിംഗ് ടാസ്കിൽ ആ ഒരു ബിഗ് ബോസ് ഹൗസ് ഇപ്പോൾ മുക്കിക്കളയാൻ ശ്രമിക്കുന്നത് അനുമോളാണെന്ന് വരെ പറഞ്ഞു. നൂറ ആദില ബിഗ് ബോസ് ഹൗസിലെ നന്മ മരങ്ങളാണ് നൂറ ആദില. വഴക്കുണ്ടാക്കുന്നവരെയൊക്കെ മധ്യസ്ഥത പറഞ്ഞ് ഒന്നിപ്പിക്കുക എന്നതാണ് നൂറ ആദിലയുടെ ജോലി. പ്രത്യേകിച്ച് കോണ്ടൻ്റ് ഒന്നുമില്ല. അനുമോള് മൊത്തത്തിൽ കിളി പോയിട്ടുണ്ട്. പക്ഷേ ആക്റ്റീവ് ആകണം, അവസാനം വരെ പിടിച്ചു നിൽക്കണം എന്നുള്ള നല്ല ചിന്തയുണ്ട്. ദേഷ്യമൊക്കെ കറക്റ്റായിട്ട് പുറത്തേക്ക് വരുന്നുണ്ട്. പക്ഷേ ഇമോഷണലി അൺസ്റ്റേബിളാണ്. പെട്ടെന്ന് തന്നെ പ്രൊവോക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ ചിലപ്പോൾ അമ്പിയാണ്, ചിലപ്പോൾ അന്യനാണ്. അങ്ങനെ ആകെ കൂടെ ഒരു മിക്സ്ഡ് ആയിട്ട് പോകുന്ന വ്യക്തിയാണ് അനുമോള്. ഷാനവാസ് ഒരു പച്ച മനുഷ്യനായിട്ട് തോന്നിയിട്ടുണ്ട്. മാത്രമല്ല ആവശ്യമില്ലാതെ ഷാനവാസിനെ ഈ പ്രൊവോക്ക് ചെയ്യുന്നത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നൊരു മനുഷ്യൻ. എല്ലാവരോടും സമാധാനത്തിൽ പോകാനൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷെ നടക്കുന്നില്ല. ഏറ്റവും പ്രശ്നം എന്ന് വെച്ചാൽ അക്ബർ ഗ്രൂപ്പ് ഉണ്ടാക്കി അപ്പാനിയും ആര്യനും ഒക്കെ ചേർന്ന് ഇദ്ദേഹത്തെ ആക്രമിക്കുന്നത് ഒരു രീതിയിലും സഹിക്കാൻ പറ്റുന്നില്ല. ഗ്രൂപ്പ് പൊളിക്കുക എന്നതാണ് മെയിൻ ലക്ഷ്യം. അവസാനം ഗ്രൂപ്പ് പൊളിച്ച് ഇപ്പോൾ ഷാനവാസ് കൂടിയിട്ട് ഒരു ഷാനവാസ്, ഒനീൽ, പിന്നെ അഭിശ്രീ ഒരു ഗ്രൂപ്പ് ഫോം ആയിട്ടുണ്ട്. അത്രയാണ് സംഭവിച്ചിരിക്കുന്നത്. ആര്യന് അക്ബറിൻ്റെ കുഞ്ഞിരാമൻ, ആടിക്കളിക്കല കുഞ്ഞിരാമ, അത്രയേ ഉള്ളൂ ആര്യൻ. ഒനീൽ പൂക്കുറ്റിയാണ് കേട്ടോ. ഇടയ്ക്ക് കുറച്ച് ഒച്ചയും ബഹളമൊക്കെ പുറത്തു വരാറുണ്ട്. അത് കഴിഞ്ഞാൽ സൈലൻ്റാണ്, അങ്ങോട്ടാ ശരിയാവാത്ത പോലെ. പിന്നെ സാരിക, ഷാരിക, രേണു ഇവരെക്കുറിച്ച് പ്രത്യേകം ഞാനൊന്നും കണ്ടിട്ടുമില്ല. എനിക്ക് പറയാനൊന്നുമില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയുക.
ബിഗ് ബോസ് ഹൗസിൽ പ്രത്യേകിച്ച് ഒരു കോണ്ടൻറ്റും കൊടുക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അതിലേറ്റവും കോണ്ടൻറ്റ് ഒന്നുമേ ഇല്ലാത്തത് രേണുവാണ്. സെപ്റ്റിക് ടാങ്ക് കഴിഞ്ഞതോടുകൂടി പുള്ളിക്കാരത്തിക്ക് ഒരു കോണ്ടൻറ്റും ഇല്ല. അപ്പോൾ ഇങ്ങനെയാണ് എൻ്റെ ഒരു മനസ്സിലാക്കൽ. നിങ്ങൾക്ക് വ്യത്യസ്തമായ മനസ്സിലാക്കലുണ്ടായിരിക്കാം. അതുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളെ രേഖപ്പെടുത്താൻ മറക്കല്ലേ. ഈ ഒരു 2 വീക്സ് ഓൾമോസ്റ്റ് 3 വീക്സ് ആവാൻ പോകുന്നു. 3 വീക്സിലെ ഗെയിമിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മത്സരാർത്ഥി ആരാണെന്ന് കൂടി കമൻറ്റ് ചെയ്യണേ. എൻ്റർടൈൻമെൻറ്റ് വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് മഴവിൽ മീഡിയ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.